നമസ്കാരം. അപ്പോ മുല്ലപ്പെരിയാർ ഡാം, ആ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്ന എഞ്ചിനീയറിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വെറും 50-60 വർഷം മാത്രമാണ് കാലാവധി. അതിനുശേഷം പുതുക്കി പണിയണം എന്നുള്ളൊരു വാല്യൂ തീർച്ചയായിട്ടും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളത് ലക്ഷം ജനങ്ങളുടെ ജീവന് നാശം സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഓരോരോ വലിയ ദുരന്തങ്ങൾ വന്നു ചേരുമ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഒരേ ഒരു വാക്കാണ് മുല്ലപ്പെരിയാർ ഡാം. വെറും 50 വർഷം മാത്രം കാലാവധി കൊടുത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ ഇപ്പൊ 125 വർഷത്തിന് മേലെ ഞാനടക്കമുള്ള മനുഷ്യർക്ക് ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്താണ് ഷാൻ പ്രതികരിക്കാനുള്ളത്? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ അറിവിൽ ഇപ്പൊ നമ്മുടെയൊക്കെ വയസ്സിലൊക്കെ ഒരുപാട് പ്രായം ചെന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയാം. ഇപ്പൊ അതിന് വർഷത്തിന്റെ കാലാവധികളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഈ മാറുന്ന വരുന്ന സർക്കാരുകൾ ആരും തന്നെ അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു സർക്കാരിനെയും കുറ്റം പറയേണ്ട എന്നുള്ളൊരു വാസ്തവമാണ് ഈ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മാറി വരുന്ന സർക്കാരുകൾ കൈകാര്യം ചെയ്യാത്തതിനാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന്റെ രൂക്ഷത വർദ്ധിച്ചിരിക്കുന്നത്. ഒരു കേരളത്തിന്റെ ഒരു 3-4 ജില്ലകൾക്ക് ഭയങ്കരമായിട്ട് നാശനഷ്ടം എന്ന് പറഞ്ഞാൽ നാശനഷ്ടമല്ല, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ മരിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് പൊട്ടിയാൽ ഉണ്ടാവുന്നതെന്നാണ് ഇപ്പൊ 2-3 വർഷം മുമ്പ് തന്നെ പറയുന്നത്. അത്രയും ജില്ലകൾ തന്നെ പൂർണ്ണമായും നാശത്തിലേക്ക് ഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള നമ്മൾ ഇതിനു മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിരിക്കുന്നതും എല്ലാനും. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനു വേണ്ടിയിട്ട് അടുത്തൊരു ഡാം പണിയുകയോ അല്ലെങ്കിൽ ഡാമിന് ബലം കൂട്ടുകയോ ചെയ്യുന്ന ഒരു നടപടികളിലോട്ടൊന്നും കാണുന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത. ലക്ഷം ജനങ്ങളുടെ ജീവന ഭീഷണിയായ ഈ ഒരു ഡാം പുതുക്കി പണിയുക എന്നുള്ള ഒരു കാര്യം നടക്കുന്നില്ല എന്ന് വളരെ ദുഃഖകരമായ രീതിയിലാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആധികാരികമായിട്ട് നമുക്ക് പറയാനായിട്ട് ഈ ഏത് സർക്കാർ ഇപ്പൊ മാറി വരുന്ന സർക്കാരുകൾ ഇതിന് ഒരു അതിൻ്റെതായ എന്ന് വെച്ചാൽ രൂക്ഷതകൾ മനസ്സിലാക്കാതെയാണ് ഇതിനെ കുറിച്ചൊരു നടപടികൾ നടത്താതിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഉരുൾപൊട്ടലിലൂടെ തന്നെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി ജനങ്ങളുടെ ജീവനാണ് അപഹരിച്ചിരിക്കുന്നത്. ആ ഒരു വ്യക്തമായ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പോലും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും ഈ ഒരു പ്രേക്ഷകൻ ബോധിപ്പിക്കുന്നുണ്ട്. ജയലളിത ഉള്ള സമയത്ത് തന്നെ ഈ ഇതിനെ കുറിച്ചൊക്കെ ഡാമിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതിനൊരു നല്ലൊരു തീരുമാനത്തിൽ എത്തേണ്ടതായിരുന്നു. ഇനിയും അതിന് സമയം വൈകിട്ടില്ല. വിലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കടലിലോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. നമുക്കൊക്കെ അത് ഭയങ്കര ഭീഷണിയുമാണ്. മുല്ലപ്പെരിയാർ ഡാം വളരെ സുന്ദരമാണ് കാഴ്ചയിൽ. ആ ഒരു ഡാം പൊട്ടുന്ന ഒരു വാർത്ത കേട്ടാൽ ഇത് ഭീഷണിയാണ് എന്നുള്ള കാര്യം വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. അത് നമ്മൾ സത്യത്തെ തൊട്ടറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പേപ്പറുകളിലൊക്കെ വായിക്കുമ്പോൾ വരുന്ന വാർത്തകളും ഇപ്പോൾ ഈ നമ്മുടെ ഉരുൾപൊട്ടലിൽ നേരിട്ട് വയനാട് അത് ഉരുളാണ് പൊട്ടിയത്, ഇത് ഡാമാണ് പൊട്ടുന്നത്. അപ്പൊ ഡാമും ഉരുളും പൊട്ടുന്നതിൽ ഏതാണ് അതിൽ കാഠിന്യം കൂടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഈ ഒരു ചെറിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇത്തരം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാം പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നേരിൽ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഉരുള് പൊട്ടിയത് തന്നെ വളരെയധികം വലിയൊരു ദുരന്തമാണ് ഉണ്ടാക്കിയത്. ഭയങ്കര ദുരിതമല്ലേ ഡാം എന്ന് പറയുന്ന ഈ ഒരു സംഭവം പൊട്ടിയാൽ എന്തായിരിക്കും? ഏറ്റവും ഭയങ്കര ഡേഞ്ചർ. ഇപ്പൊ ഒരു 4-5 ജില്ലകളിലുള്ള ഒരു ജനങ്ങളും ഇവിടെ ബാലൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊട്ടിയാൽ 4 ജില്ലകളടക്കം നാമാവിശേഷമാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ചരിത്രത്തിൽ നിന്നും തന്നെ മാഞ്ഞു പോകും എന്നുള്ള കാര്യം ഒട്ടും സംശയം വേണ്ട. അതിന് സർക്കാർ നടപടികൾ, ഈ സർക്കാർ എന്നല്ല ഏത് സർക്കാരുകൾ വന്നാലും അതിനൊരു നല്ലൊരു നടപടി നടത്തി ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ് അത്യാവശ്യം ചെയ്യേണ്ടത്. ആരോട് പറയാൻ? ഇത്രയും വർഷമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇരിക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരും എന്താണ് ഇനി ചെയ്യേണ്ടത്? ശരിക്കും കേരളത്തിലെ ഇത്തരം ജില്ലകൾക്ക് ഒട്ടും തന്നെ വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ബോധ്യമാവുന്നത്. ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ടതാണ് നമ്മളുടെ മാറ്റങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ. അതില് ഇപ്പൊ നമ്മളൊരു സർക്കാരിന് മാത്രമായിട്ട് വീഴ്ചയായിട്ടല്ല കുറ്റം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മാറുന്ന സർക്കാരുകൾ ഇപ്പൊ ഇത്രയും 120-125 കൊല്ലത്തെ പഴക്കമുള്ള ഈ 50 കൊല്ലത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡാം പണിയുന്ന സമയത്ത് വെറും 50 വർഷം മാത്രം കാലാവധി കൊടുത്തത് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ 125 വർഷത്തിന് മേലെ ആയി. ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇത് നിലനിന്നു പോകുന്നു. അത് നമുക്കൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് കേരളത്തിൽ നിന്ന് ഏതറ്റത്തേക്ക് പോകാൻ, വയനാട്ടിലേക്ക് പോകാൻ പറ്റൂല. പിന്നെ ഇപ്പുറത്തോട്ട് പോകാന്ന് വെച്ചാൽ പത്തനംതിട്ട വഴി ഇടുക്കിക്ക് പോയാലും അവിടെയും രക്ഷയില്ല. പിന്നെ ഏത് സ്ഥലത്തേക്ക് നമ്മൾ മാറിപ്പോകും, നമ്മളൊക്കെ എവിടെയെങ്കിലും പെട്ടുപോകും. ശരിക്കും വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും രാത്രി കാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങുന്നത് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ്.
ജീവന് ഭീഷണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെല്ലോ, ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങളും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഇവരുടെ മുന്നറിയിപ്പ് കാലാവസ്ഥകളുടെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. ഇതല്ലാതെ നമ്മളത് ഒന്നുമല്ലാത്ത രീതിയിൽ അതിനോട് ശരിയായ ഒരു സമീപന രീതി അല്ലാതെ പോകുന്നത് ശരിയല്ല. ഇനി ഇവരാരും ചെയ്തില്ലെങ്കിൽ ഈ ജില്ലകളിലുള്ള ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു സമരരംഗത്തേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നടപടിയാവുള്ളൂ. ജനങ്ങള് വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു നടപടികളുണ്ടാവും. ഈ ജനങ്ങളും നീക്കാത്ത സാഹചര്യമാണ് ഈ നടപടികൾക്ക് ശുഷ്കാന്തി കുറവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. കാരണം വേറെ ഒന്നുമില്ല, തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനമാണോ ഇതിനെതിരായി നിൽക്കുന്നത്? ഈ തമിഴ്നാടിനെ കുറിച്ച് എന്താണ് പറയുക? തമിഴ്നാടാണോ ശരിക്കും നമുക്ക് ഈ പറയുന്ന കേരളത്തിനെതിരെ നിൽക്കുന്നത്? അത് നമുക്ക് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് തമിഴ്നാട് നമ്മളേലും വലിയ സ്റ്റേറ്റ് ആണ്. അവിടെ നിന്ന് കുറെ എംപിമാരൊക്കെ കൂടുതലുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാർ ചെറിയ ഒരു നാടായ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കാത്തതിന്റെ ഒരു കുറവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ തന്നെയല്ലേ ഈ പറയുന്ന കേരളം, ഗോഡ്സ് ഓൺ കൺട്രി? തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ് പ്രാധാന്യമുണ്ടോ, പ്രത്യേകതകളുണ്ടോ? ഓരോ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ തന്നെയല്ലേ എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്. ശരിക്കും കഴിഞ്ഞ ദിവസം അർജുൻ എന്ന് പറയുന്ന ആ ഒരു പയ്യന് തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി കർണാടക സർക്കാരിനോട് ഒരു അപേക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അപേക്ഷ ആദ്യം തിരസ്കരിച്ചു. അതിനെക്കുറിച്ച് അതും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അത് അർജുനൻ നമ്മൾ കോഴിക്കോട്ടുകാരനാണ് എന്ന രീതിയിലാണ് കേരളങ്ങളിലുള്ള രക്ഷാപ്രവർത്തനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ദുരിതപ്പെടുത്തി കേരളത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനിടയിൽ കൂടി അതിന്റെ അവിടുത്തെ കാലാവസ്ഥയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് തടസ്സം വന്നത്. അതിനിടയിൽ കൂടിയാണ് നമ്മുടെ വയനാട് ഈ ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കേരളത്തിന്റെ ഇതിലുള്ള ഫോഴ്സുകൾ എല്ലാവരും വന്ന് അവിടുത്തെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി എന്നുള്ളതാണ്. ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പൂർണ്ണമായും ഒറ്റ വാക്കിൽ പറയാനുള്ള വാക്കുകൾ എന്താണ്? മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഇനി പൂർണ്ണമായിട്ട് വേറൊന്നും പറയാനില്ല. അതിന്റെ സംരക്ഷണങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെതായ വേണ്ട നടപടികൾ നടത്തുക, എന്നിട്ട് കേരളത്തിന്റെ 5 ജില്ലകളിലുള്ള ജനങ്ങളെ സ്വത്തിന് ജീവനും സംരക്ഷണം കൊടുക്കുക. അതാണ് ഒറ്റ വാക്കിൽ പറയാനുള്ള ഒരു മറുപടി. ഈ ഓരോ ദുരന്തങ്ങൾ വന്നു ചേരുമ്പോഴും ഈ ഒരു വലിയ ദുരന്തം വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഓരോ കേരളീയനും പറയാനുള്ളത്, ലോകം മലയാളികൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.